ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമല ദർശനം നടത്തിയ കൊല്ലം ചാത്തന്നൂർ സ്വദേശി മഞ്ജുവിന്റെ വീടിന് നേരെ കല്ലേറ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ദളിത് ഫെഡറേഷൻ നേതാവ് മഞ്ജുവിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ മഞ്ജുവിന്റെ കഴുത്തിന് പരിക്കേറ്റു. പോലീസ് സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ശബരിമല ദർശനം നടത്താനെത്തിയതിന് അമ്മിണിക്കും കനകദുർഗയ്ക്കും നേരെ ആക്രമണമുണ്ടായിരുന്നു. പിന്നാലെയാണ് ചാത്തന്നൂർ സ്വദേശി മഞ്ജുവിന് നേരെയും കല്ലേറുണ്ടാകുന്നത്. കഴുത്തിന് പിറകിൽ പരിക്കേറ്റ മഞ്ജുവിനെ പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാത്രി വീടിന് സമീപം ഇരുട്ടത്ത് നിന്നവരാണ് കല്ലെറിഞ്ഞതെന്ന് മഞ്ജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വീടിന് സമീപം വെച്ചാണ് രാത്രി 10 മണിയോടെ കല്ലെറുണ്ടായതെന്നും മഞ്ജു പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ദളിത് ഫെഡറേഷൻ നേതാവാണ് മഞ്ജുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കും. കഴിഞ്ഞ ദിവസം ആദിവാസി വനിതാ നേതാവ് അമ്മിണിയുടെ സഹോദരിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. ആക്രമണത്തിൽ അമ്മിണിയുടെ സഹോദരി ശാന്തയ്ക്കും മകൻ പ്രഫുലിനും പരിക്കേറ്റിരുന്നു. പ്രഫുലിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതേസമയം സഹോദരിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് അമ്മിണി ആരോപിച്ചിരുന്നു. ഡിസംബർ 31-ന് അർദ്ധരാത്രി കളത്തുവയൽ അമ്പലക്കുന്നിലെ സഹോദരിയുടെ വീട് ആക്രമികൾ ആക്രമിച്ചെന്നും തനിക്കെതിരെ വധഭീഷണി നടത്തുകയും കല്ലെറിയുകയും തെറിവിളിക്കുകയും ചെയ്തെന്നും അമ്മിണി പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്കറിയാവുന്ന ആളുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അവർ കൂട്ടിച്ചേർത്തു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.